മഹാമാരിയുടെ കാലത്ത് നമ്മളെല്ലാം വീടുകളിൽ സുരക്ഷിതരായിരുന്നപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് പുറത്തിറങ്ങി പ്രവർത്തിച്ചവരാണ് നമ്മുടെ ആശാപ്രവർത്തകർ. ദിനംപ്രതി നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചും നമുക്ക് താങ്ങും തണലുമായി നിന്നവരാണവർ. എന്നാൽ ഇന്ന് അവർ തെരുവിലാണ്. തങ്ങൾക്ക് അർഹമായ വേതനത്തിനും തൊഴിൽ സാഹചര്യങ്ങൾക്കും വേണ്ടി പോരാടുകയാണ്. അവരുടെ അനുഭവങ്ങളും ഈ സമരത്തിന്റെ പ്രാധാന്യവും നമ്മളുമായി പങ്കുവെക്കാൻ വിജി മനോജ് നമ്മോടൊപ്പം ചേരുന്നു. വിജി മനോജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വേദിയിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിറഞ്ഞിരിക്കുമായിരുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ കുറച്ച് ലേറ്റായിയാണ് വന്നത്. ഞങ്ങൾ വരുന്ന വഴിയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും യാത്രയുടെ താമസം കൊണ്ടൊക്കെ വൈകിപ്പോയി. അതുകൊണ്ട് എനിക്ക് വേദിയിലിരിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമായി അറിയില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഉഷ മാഡത്തിനെയും പിന്നെ ഷീ ടാക്സി, SC പ്രൊമോട്ടർ ഇങ്ങനെയുള്ളവരെയൊക്കെ അറിഞ്ഞു. എന്തൊക്കെയായാലും വേദിയിലിരിക്കുന്നവർക്കും നമ്മുടെ സദസ്സിലുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറയട്ടെ ആദ്യം തന്നെ. പിന്നെ ഈ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന വിമൻസ് ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകരോട്, പ്രത്യേകിച്ച് മൂവാറ്റുപുഴ മേഖലയിൽ നിന്നും എന്നെ വിളിച്ചിരുന്നു. പലരെയും എനിക്ക് മുഖം അറിയില്ല. കണ്ണൂരിൽ നിന്നൊരു മാഡം വിളിച്ചിരുന്നു, അതുകൂടാതെ മറ്റാരൊക്കെയോ വിളിച്ചിരുന്നു. കാരണം ആശാസമരം തന്നെയാണ് എന്നെ അവിടെ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരെ വിളിച്ചു. അവരെല്ലാവരും ഓരോ പ്രോഗ്രാമിലാണ് ആയതുകൊണ്ട് നിയോഗിക്കപ്പെട്ടതാണ് ഞാൻ. എറണാകുളം ജില്ലയിലെ ആശമാരുടെ പ്രസിഡൻ്റാണ്. എൻ്റെ പേര് വിജി മനോജ് എന്നാണ്. അപ്പോൾ എന്നെ വിളിക്കുകയും ഇവിടുന്ന് വിളിക്കുകയും അതുകൂടാതെ മൂവാറ്റുപുഴ മേഖലയിൽ നിന്ന് പലരും എന്നെ വിളിച്ചിരുന്നു. എന്നെ ഇവിടെ കൊണ്ടെത്തിക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള റിസ്ക് എടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സുമയ്യ മാഡത്തിനെയും ഞാൻ ഇതിലൂടെ നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആശമാരുടെ കാര്യത്തെക്കുറിച്ച് എടുത്ത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, കോവിഡ് മഹാമാരിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ഒരു സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ആശമാരെടുത്ത ഒരു റിസ്ക് അല്ലെങ്കിൽ അവരെടുത്ത ഒരു വെല്ലുവിളിയായിരുന്നു ആശമാരുടെ പ്രവർത്തനം. ശരിക്കും പറഞ്ഞാൽ ആശമാരെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഇത്രയും ആളുകൾ, എനിക്ക് എണ്ണം അറിയില്ല, അകത്തിരിക്കുന്നവരും കൂടാതെ പുറത്തും ആളുകളുണ്ട്. ഇത്രയും ആളുകളോട് ഞാനൊരു ആത്മാർത്ഥമായൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിന് നിങ്ങൾ ആത്മാർത്ഥമായി മറുപടി പറയണം. മറുപടി കൈവക്കുകയോ എന്തെങ്കിലും ആവാം, അതല്ലെങ്കിൽ ഏത് തരത്തിലാവാം. ഞങ്ങളുടെ സമരം തുടങ്ങിയിട്ട് 6 മാസമായി, ഇപ്പോഴും തുടരുകയാണ്. ഞങ്ങളുടെ ആശമാർ തെരുവിൽ തന്നെ, ഇവിടെ പറഞ്ഞിരുന്നു തെരുവിൽ, ശരിക്കും തെരുവിലാണ്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നല്ല വേദനയുണ്ട് എനിക്ക്. കാരണം ഞാനവിടെ ഒരു 10-18 പ്രാവശ്യം ഞങ്ങളുടെ സമരത്തിന് ഞാൻ പോയിട്ടുണ്ട്. പോവുക മാത്രമല്ല, അവിടെ നടന്നുള്ള നിർണായകമായ എല്ലാ സമരത്തിലും ഞാൻ പ്രധാന പങ്കാളിയായിരുന്നു. ഞങ്ങൾ റോഡ് ഉപരോധിച്ചു, നിയമസഭാ ഉപരോധം, അങ്ങനെ എല്ലാ മുടി മുറിക്കൽ, ഈ മുടി മുറിച്ചതൊക്കെ അങ്ങനെയാണ് കേട്ടോ, മുടി മുറിച്ചതാണ്. ഞങ്ങളുടെ സംസ്ഥാന കൺവീനർ മിനി മാഡം ബട്ടക്സിന് താഴെ മുട്ടുകാല് വരെ മുടിയുണ്ടായിരുന്നു, അദ്ദേഹം മുടി മുറിച്ചു. അങ്ങനെ ഓരോരുത്തരും, ബിന്ദു മാഡം, എല്ലാവരും. ബിന്ദു മാഡത്തിനെയാണ് ക്ഷണിച്ചിരുന്നത്, എത്താൻ പറ്റിയില്ല. അപ്പം അങ്ങനെ മുടി മുറിക്കൽ വരെ ചെയ്തു. ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും ഈ തട്ടമിട്ട ആളുകളല്ല. അവർക്ക് എത്ര മുടിയുണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല, അവർക്കേ അറിയുള്ളൂ, അടുത്തുള്ളവർക്കും അറിയാമായിരിക്കും. അതല്ലാതെ മുടിയുള്ള സ്ത്രീകൾ ഇഷ്ടം പോലെയുണ്ട്. ഈ സ്ത്രീകൾ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു മുടി നമ്മൾ വളരെ നമ്മുടെ മക്കളെ പോലെ തന്നെ നോക്കുന്നതാണ്. അപ്പോൾ ആ മുടി മുറിച്ചും പട്ടിണി കിടന്നും അങ്ങനെ എല്ലാം പലതരത്തിലും ഞങ്ങൾ സമരം നടത്തി. എന്തുകൊണ്ടോ നമ്മുടെ സർക്കാർ, ഏത് സർക്കാരാവട്ടെ, ഭരിക്കുന്ന സർക്കാരാവാം, അതിന് മുന്നേ ഉള്ള സർക്കാരാവാം, അവർക്ക് എന്തുകൊണ്ടോ ഈ സ്ത്രീ ജനങ്ങളോട് ഒരു സഹതാപം തോന്നാത്തത് കൊണ്ടാണോ, അവരുടെ ധാർഷ്ട്യം ജയിക്കണമെന്നുള്ള തോന്നൽ കൊണ്ടാണോ, ഇതുവരെയും ഞങ്ങൾക്ക് തീരുമാനമൊന്നും ആയിട്ടില്ല. ഞങ്ങൾ പക്ഷേ ഈ തീരുമാനം, ഷീ ടാക്സിയുടെ കോർഡിനേറ്റർ അദ്ദേഹം പറഞ്ഞതുപോലെ, ഈ തീരുമാനം എവിടം വരെ പോയാലും മരണം വരെയും ഞങ്ങൾ ഈ സമരത്തിനോട് ഐക്യദാർഢ്യം മാത്രമല്ല സമരത്തിൻ്റെ കൂടെ നിൽക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ SC പ്രൊമോട്ടർ പറഞ്ഞിരുന്നു,
പല ആശമാരും ഇതിൽ സപ്പോർട്ടില്ല. എനിക്കറിയാം, ഞാൻ അനുഭവസ്ഥയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിലും എൻ്റെ ബ്ലോക്കിലും എറണാകുളം ജില്ലയിലും ഒരു 2500ഓളം ആശമാരുണ്ട്. അതിൽ എണ്ണപ്പെട്ടവർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ബാക്കിയുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ ഞങ്ങൾ സമരത്തിലാണ്. എങ്ങനെയാണ് സമരം? 100-200 രൂപയൊക്കെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 500 തന്നിട്ടുണ്ടാവും, 1000 തന്നിട്ടുണ്ടാവും. 1000 രൂപയൊക്കെ തന്നിട്ട് സമരത്തിൽ സപ്പോർട്ടാന്ന് പറഞ്ഞാലും വല്ലതും കാര്യമുണ്ടോ? ഇദ്ദേഹം പറഞ്ഞതുപോലെ എന്തൊക്കെയാണെങ്കിലും നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റേതായ റിസ്ക് സ്ത്രീകൾക്കുണ്ട്. ആ റിസ്ക് എടുത്തുകൊണ്ട് ആ സമരമുഖത്ത് എത്തിച്ചേരുകയോ അതും അല്ലെങ്കിൽ ഒരു ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ ബ്ലോക്ക് തലത്തിലൊക്കെ ആ സമരത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒന്ന് അനങ്ങാണ്ടിരിക്കലല്ലേ സമരത്തിന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകളിൽ എത്ര പേര് ആശമാരുടെ ഈ സമരത്തിനെ സത്യമേ പറയാവുള്ളൂ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാനാണ്. സ്ത്രീകളുടെ കൂട്ടായ്മ ആയതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ സമരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ മറുപടി സത്യസന്ധമായിരിക്കണം. കാരണം താങ്ക് യു ഞാൻ വൈകി വന്നതുകൊണ്ട് തന്നെയായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഞാനത് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്നും ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് കുറച്ചൊക്കെ വിട്ടു നിൽക്കേണ്ടി വരുമോ? കാരണം എൻ്റെ 2 മക്കളുണ്ട്. മക്കൾ പ്രായപൂർത്തിയായ പിള്ളേർ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് മാത്രം എന്താണ് പ്രശ്നം, അമ്മ മാത്രം എന്തിനാ പോണേ? മൂവാറ്റുപുഴയിൽ നിന്ന് രാത്രി 3 മണിക്കൊക്കെ യാത്ര തുടർന്ന് ഒരു യാത്ര കണ്ടക്ട് ചെയ്ത് ഒരു വണ്ടിയും ഏർപ്പാട് ചെയ്തുകൊണ്ട് ആ യാത്ര തുടങ്ങി അവസാനിച്ച് ലാസ്റ്റ് ആ ഡ്രൈവർക്ക് കാശ് കൊടുത്ത് തീർന്ന് എൻ്റെ സഹയാത്രികരെ എല്ലാവരും അവരുടെ വീട്ടിലെത്തുന്നവരെ എനിക്ക് സമാധാനമില്ല. ഞാൻ അത് കഴിഞ്ഞവർ അതുപോലെ എത്ര 10-15 ട്രാവൽ ഞാൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അതിൽ ഈ പറഞ്ഞോണം അദ്ദേഹം പറഞ്ഞതുപോലെ നല്ല വിൽ പവറുണ്ട്. സാമ്പത്തികമൊന്നും ഞാൻ നോക്കാറില്ല. എൻ്റെ കയ്യിലൊരു പൈസ ഇല്ലാത്ത ആളാണ് കേട്ടോ. ഞാനൊരു 10-18 വർഷത്തോളം വാടകയ്ക്ക് താമസിച്ച് ഇപ്പം അടുത്തിടെയാണ് ഒരു വീട് മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഞാൻ വീട് മാറി താമസിച്ചിട്ട്. അപ്പോൾ എൻ്റെ മക്കളൊക്കെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി. എൻ്റെ മോനുണ്ടായത് അവിടെ കിടന്ന്. അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ്. പക്ഷേ ഇതിലൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നത് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആർക്കും വേണ്ടിയല്ല. ഞാനൊരു രോഗിയെ കാണാൻ പാലിയേറ്റീവ് എന്നൊരു സംസാരം കുറച്ച് നീണ്ടുപോകും. കാരണം നിങ്ങൾ ഓരോരുത്തർ അറിയേണ്ട ഒരു കാര്യമാണ്, ഇത്രയും വലിയൊരു സമരമാണ് സ്ത്രീകളുടെ സമരം. ഈ ഹ്യൂമൻ ജസ്റ്റിസ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ മൂവാറ്റുപുഴയിലൊക്കെ എത്ര ശക്തമായി ഇത് മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അതുമായി ഇതുവരെയും ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളതായിട്ട് എൻ്റെ അനുഭവത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഉണ്ടായിരിക്കാം, അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്. എനിക്ക് പക്ഷെ ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടിയോടെ എനിക്ക് നല്ല ആത്മാർത്ഥതയുണ്ട്, സംതൃപ്തിയുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കാണുന്നതും ഞാൻ ചെയ്യുന്നതും രോഗികൾ, പ്രധാനമായിട്ടും കിടപ്പായ പാലിയേറ്റീവായ ആളുകളെ കാണുമ്പോൾ അമ്മയും കുഞ്ഞും സംരക്ഷണമാണ് ഞങ്ങളുടേത്. പക്ഷേ പാലിയേറ്റീവായിട്ടുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെയോ അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ പോലെ കണ്ടുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞ് നൊലോളിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ആ പേഷ്യൻറ്റിനെ കാണാൻ പോകുമ്പോൾ ശരിക്കും നമ്മൾ നല്ല വിൽ പവറോടെ നിൽക്കേണ്ടതാണ്. കാരണം വേദന അനുഭവിച്ചിട്ട് ഒരു ക്യാൻസർ പേഷ്യൻ്റ് എനിക്ക് ചിലപ്പോൾ ഉണ്ടാവാം, നമ്മളിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരുടെ അവസാന സമയം എവിടം വരെ ആവും, എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ചില ആളുകൾ വേദന ഇല്ലാതെ അങ്ങ് പോകും, ചിലർ വേദനിച്ച് പോകും. ഞാൻ തുറന്നു പറഞ്ഞതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. കാരണം അങ്ങനെയാണ് ഈ രോഗികളുടെ അവസ്ഥ. അതുകൂടാതെ ഡയാലിസിസായിട്ടും കിഡ്നി പേഷ്യൻ്റ് പല പേഷ്യൻസിനെയും കാണുന്നതാണ്. ഇവരെ ഞാൻ കാണുന്നത് എന്നിലൂടെയാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളെയോ എൻ്റെ മാതാപിതാക്കളെയോ കാണുമ്പോൾ തന്നെ കണ്ട് അവരെ അതേപോലെ ഞാൻ സർവീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ വീടാന്തരം ചെല്ലുകയും ഇപ്പോഴത്തെ മഴയും ഈ നമ്മൾ കടന്നു പോകുന്ന വേനലൊക്കെ അത്രയും എരിപൊരി വെയിലും അതുപോലത്തെ തോരാത്ത മഴയാണ്. ഈ മഴയിൽ ആശമാർ റെസ്റ്റില്ല. ബാക്കി ഇപ്പോൾ ഹരിതകർമ്മസേനയുണ്ട്, ബാക്കിയുള്ള പല മേഖലകളിലും ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ആശമാർ ഈ മഴ പെയ്യുമ്പോഴ സമയത്തും അവർക്ക് ഒരിക്കലും ഒരു റെസ്റ്റില്ല. കാരണം കോവിഡ് വലിയൊരു മഹാമാരി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ വർഷാവർഷം കാണുന്ന മഞ്ഞപ്പിത്തം, ജലജന്യ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, ഡെങ്കു ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ ഒരാശയ്ക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല. കോവിഡ് കാലത്ത് എനിക്ക് കോവിഡ് വന്നിട്ട് ഞാൻ വെറുതെ ഇരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പരിസരത്ത് കോവിഡ് വന്ന ആളുകളെല്ലാം വിളിച്ച് അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കുകയും അവരെ മാനസികമായി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ
മറ്റുള്ള എൻ്റെ പഞ്ചായത്തിൻ്റെ പുറത്തുള്ള, അതായത് എറണാകുളത്തു നിന്ന് തന്നെ പലരും എന്നെ വിളിച്ച് അത് വന്നാൽ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് കോവിഡാണ്, ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറാൻ പറ്റില്ല, ഇങ്ങനെ പല പല കാര്യങ്ങൾ ചോദിച്ച് എൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്ന സർവീസ് അത്രയും ദൈവികമായ സർവീസാണ്. ഈ സർവീസിനെ, ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശമാരെ നമ്മുടെ ഈ സർക്കാർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിനെയും കുറ്റം പറയുകയല്ല. ഞങ്ങൾ നാളെ ഇതുവരെയായിട്ട് ഞങ്ങൾ ഈ സമരം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നു. വേറെ 262 രൂപ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ അവസാനം ഒരു 100 രൂപ കൂട്ടിത്തരാൻ പറഞ്ഞുകൊണ്ട് കെഞ്ചിയിട്ട് പോലും അതുപോലും തരാതെ 262 രൂപയുടെ കൂടെ ഒരു 100 രൂപയും കൂടി ചേർത്ത് 362 രൂപ ഡെയിലി തരാനായിട്ട് ചോദിച്ചത്. അതുപോലും തരാതെ ഈ സമരം ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് ഇതൊരു അനാവശ്യ സമരമാണെന്ന് പറയുകയും ഇതിനെ കണ്ണടച്ചുകൊണ്ട് അവർ നിർദാക്ഷിണ്യം തള്ളിക്കളയുന്ന ഒരു വനിതയായ ആരോഗ്യവകുപ്പ് മന്ത്രി വരെയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട്. ഓരോ മേഖലയിലുള്ളവർക്കും പല പല പ്രശ്നങ്ങളുണ്ട്. ഓണറേറിയം എന്ന ഒരു മഹത്തായ ഒരു കിരീടം തന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് കയറിയത്. അവർ പറഞ്ഞ ശരിക്കും സർവീസ് മോട്ടീവായിട്ടാണ് കയറിയത്. ശരിയാണ്, സർവീസ് മോട്ടീവാണ്. ഞാൻ ഉറക്കെ പറയുകയാണ്, സർവീസ് മോട്ടീവായിട്ടാണ് ഞാനും കയറിയത്. പക്ഷേ ജീവിതകാലം മുഴുവൻ സർവീസ് ചെയ്യേണ്ടി വരുമെന്നും ഞാൻ കരുതിയില്ല. എൻ്റെ 2 മക്കളെ വളർത്തണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കരുപിടിപ്പിക്കണതിന് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരു സഹവർത്തിത്വത്തോടെ സഹാനുഭൂതിയോടെ നമുക്ക് സർവീസ് ചെയ്യാൻ ഒരു വീട്ടമ്മ, സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് സാധിക്കില്ല. കാശുള്ള ആളുകൾക്ക് സാധിക്കുമായിരിക്കും. അങ്ങനെയാണ് ഈ സർക്കാർ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മാനദണ്ഡം കൂടി കൊണ്ടുവരണമായിരുന്നു. ജീവിക്കാൻ പ്രാപ്തിയുള്ള വരുമാനവും അല്ലെങ്കിൽ സാമ്പത്തിക സെറ്റപ്പും ഉള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്ന് ആളെ എടുക്കണമായിരുന്നു. ഇന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എടുത്തിട്ടുള്ള സ്ത്രീകൾ, കുടുംബശ്രീയിലെ ആവട്ടെ, ഹരിതകർമ്മസേനയാവട്ടെ, ഇപ്പോൾ ഷീ ടാക്സി പറഞ്ഞു, SC പ്രൊമോട്ടർ ആവട്ടെ, ഇവരാരും സാമ്പത്തികമായി നല്ല സെറ്റപ്പുള്ള ആളുകളല്ല. ഓരോരുത്തരും പറഞ്ഞതിന് എല്ലാവർക്കും മനസ്സിലായല്ലോ, നല്ല സെറ്റപ്പുള്ള ആളുകളല്ല. നല്ല സെറ്റപ്പുള്ള ആളുകളാണ് ഇത് പണ്ടേ പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് കളയുമായിരുന്നു. ഞാനൊക്കെ അത് പിടിച്ചു നിന്നത് 15 വർഷമായി. ഞാൻ നിന്നത് ഒരു സർക്കാരിൻ്റെ പൈസയാണല്ലോ കിട്ടണമെന്ന് ഓർത്തിട്ടാണ്. അതുകൊണ്ട് ഈ തുച്ഛമായ വരുമാനം കിട്ടിയപ്പോൾ എനിക്ക് ലൈഫിൻ്റെ ഒരു വീട് പണിയാൻ നേരത്ത് എനിക്ക് കറണ്ട് കിട്ടിയപ്പോൾ, സർക്കാരിൻ്റെ കാശല്ലേ നിങ്ങൾ വാങ്ങിക്കണേ, കറണ്ട് ഫ്രീ ഇല്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അനുഭവം. ഞാനിത് ഇത്രയും പറയാൻ കാരണം സംഘടന, ഞങ്ങൾ 15 വർഷമായി ഞങ്ങളുടെ സമരം ഇത്രയും ശക്തമായത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്നൊരു ശക്തമായ സംഘടന, അവർ സാമ്പത്തിക നേട്ടം മുന്നിൽ കണ്ടുകൊണ്ടല്ല ഈ ആശമാരെ പല സ്ഥലത്തു നിന്ന് എടുത്ത്. ഞാനൊരു 10 വർഷത്തോളം ആ സംഘടനയെ ഞാൻ അറിയുന്നു. പക്ഷേ ആ സംഘടനയെ ഞാൻ പറഞ്ഞത് എറണാകുളം ജില്ലയിൽ 2500 ആശമാരുണ്ടായിട്ടും ഞാൻ പറഞ്ഞു, ഒരാശ എനിക്ക് എൻ്റെ കൂടെ കൂട്ടിത്താ, എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം, ഏത് സമരത്തിനും വരാമെന്ന് പറഞ്ഞിട്ട് ഒരാശ പോലും ഇല്ല. പക്ഷേ ഈ അവസാനം ഫെബ്രുവരി 10 ഞങ്ങൾ ഈ സമരത്തിനിറങ്ങുമ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞ ഒരേ സ്ഥലത്തുനിന്ന് ആളുകൾ വന്നാണ് അത്രയും ജനങ്ങൾ അവിടെ സമരത്തിന് ഈ നിർണായക സമരങ്ങളൊക്കെ നടത്തിയപ്പോൾ അവിടെ ഞങ്ങൾ വിജയിച്ച് ഇവിടം വരെ നിൽക്കുന്നത്. പക്ഷേ സമരം വിജയിച്ചോ എന്ന് ചോദിച്ചാൽ സമരത്തിന് ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. എന്നിരുന്നാലും ഈ പൊതുജനങ്ങളടക്കം, ഇപ്പം ഞാൻ വരുന്നതിന് മുമ്പ് പോലും ആശാസമരത്തെക്കുറിച്ചും പറയുകയും ചെയ്തു. ഞാൻ വന്നിരുന്നപ്പോഴും എപ്പോഴും ഇവിടെ ഓരോരുത്തരും പറയുമ്പോൾ ആശാ സമരം എന്നാണ് പറഞ്ഞത്. കാരണം ആ സമരത്തിൻ്റെ വിജയം അതാണ്. ആശാ സമരം എന്ന് പറഞ്ഞാൽ സർവത്ര ചാനലും പത്രം എല്ലാം അത് എടുത്ത് കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെ വന്നാലും ഒരു സംഘടനയുടെ ശക്തിയോടുകൂടി ആശമാരല്ല സ്ത്രീകൾ നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും സാധിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ നല്ല വിൽ പവർ ഉണ്ടായിരിക്കണം. രാത്രി 2 മണിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ത്രീകൾ വളർന്നു വന്നാൽ ആ സ്ത്രീകൾ നമ്മുടെ മക്കൾക്ക്, വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്കും കൂടി മാതൃകയാവണം. അതുപോലെ സ്ത്രീകൾ വളർന്നു വരണം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. അത് ഈ തട്ടമിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും, നിങ്ങളുടെ പഴയകാലം എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള നിങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നോ? സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുമായിരുന്നോ? ഇപ്പോഴും ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മദ്രസയിൽ പോയി പഠിക്കാൻ പറ്റുമായിരുന്നോ? അതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ നിന്നാണ് ഈ പുരുഷന്മാരുടെ ഒപ്പം വന്നിരുന്ന ഈ സ്ത്രീകൾ ഇരിക്കുന്നത്, അല്ലേ? അതെന്തുകൊണ്ടാണ്? നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാ? നിങ്ങളുടെ മതത്തിൻ്റെ കുറേ കെട്ടുകൾ പൊട്ടിച്ചു, പക്ഷേ മതസംഹിത നിങ്ങൾ തെറ്റിച്ചിട്ടില്ല, അല്ലേ? നിങ്ങൾ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാവരും തിരിച്ചു വന്നത്. എന്നതുപോലെ സ്ത്രീകൾക്ക് അങ്ങനെ തിരിച്ചു വരാൻ,
നമ്മൾ പഴയ കാലത്തൊന്നും അല്ല ജീവിക്കുന്നത്. പഴയ കാലത്ത് നമ്മൾ മരവുരി കൊണ്ടും പിന്നെ ഇല കൊണ്ടും തുണി ഉടുത്ത കാലം ഉണ്ടായിരുന്നു. ഡ്രസ്സിന് പകരം നമ്മുടെ അരഭാഗവും നെഞ്ചുഭാഗവും ഒക്കെ ഇല വെച്ച് മറിച്ച് സ്ത്രീകൾ ജീവിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് പേടിക്കണ്ടായിരുന്നു. ഇന്ന് എങ്ങനെയാണ്? ഇന്ന് നമ്മുടെ മക്കൾ വേണ്ടത്ര ഡ്രസ്സ് ധരിക്കുന്നില്ല. ആ മക്കൾക്ക് പേടിയില്ല. ആ പേടിയില്ലായ്മയല്ല നമുക്ക് വേണ്ടത് പുറത്തിറങ്ങാനും നമ്മുടെ അഭിപ്രായം പറയാനും നമുക്ക് പ്രവർത്തിക്കാനും സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് പോലും ഞാൻ എൻ്റെ ആവശ്യത്തിന് പോകുമെന്ന് പറയാനും പ്രാപ്തിയുള്ള സ്ത്രീകളായി വളർന്നു വരാൻ ഇതുപോലുള്ള വിമൻസ് ജസ്റ്റിസ് മൂവ്മെൻറ്റ് എന്ന ഒരു അതുപോലുള്ള സംഘടന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ പ്രവർത്തിക്കണം. നാളെ ഒരു സ്ത്രീകളെ സമരത്തിന് ഇറങ്ങുമ്പോൾ ആ സ്ത്രീകൾക്ക് സപ്പോർട്ടായി ഇത്രയും പേരെങ്കിലും ഉണ്ടാവണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി ശ്രീമതി വിജി മനോജ്. സ്നേഹോപഹാര സമർപ്പണത്തിനായി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി രമണി കൃഷ്ണൻകുട്ടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, ma'am.